എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗംഗ. ഇന്ന് നമ്മളൊരു ഫയൽ റീഡിംഗ് ആണ് നടത്താൻ പോണത് കേട്ടോ. അതായത് മഹാദേവനെ വെച്ചിട്ട്, അതായത് ആദ്യ പയ്യല് കുബേരയാണ്. ഈ കുബേരനെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശം എന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ വാച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് വാച്ച് ചെയ്യൂ. കാരണം വീഡിയോ ആയിട്ടാണ് ഞാൻ വരിക. അത് കാരണം കൊണ്ട് നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് എന്താണ് മഹാദേവൻ നിങ്ങളോട് പറയണമെന്ന് നോക്കാം. ഒരു മേജർ ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് കേട്ടോ. അതായത് ഒരു നഷ്ടം ഉണ്ടായാൽ മാത്രമേ ഒരു നേട്ടം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ ഒരു നാശം ഉണ്ടായാൽ, പ്രളയം വന്നിട്ട് നമുക്ക് സർവ്വതും നശിച്ചതിന് ശേഷമാണ് ഇന്ന് ഇത് കാണുന്ന വസ്തുക്കളെല്ലാം നമുക്ക് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അതുപോലെ നമുക്ക്, നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു നഷ്ടം എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടാവാം ലൈഫിൽ. ഒരു നാശമാണ് ഒരു തുടക്കം എന്ന് പറഞ്ഞല്ലോ. മഹാദേവൻ തന്നെ വലിയൊരു നാശം ഉണ്ടായത് സതീദേവി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സതീദേവി നഷ്ടപ്പെട്ടപ്പോഴാണ് സമ്പൂർണയായ പാർവതി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഒരു നാശം മറ്റൊരു നേട്ടത്തിന് കാരണമാവുകയാണ്. എപ്പോഴും ഒരു നാശം ഉണ്ടായാൽ മാത്രമാണ് ഒരു നേട്ടം ഉണ്ടാവുള്ളൂ. മേജർ ചേഞ്ച് മഹാദേവന് പോലും ഉണ്ടായി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നിങ്ങളെന്ന വ്യക്തിക്കും ഒരു മേജർ ചേഞ്ച് അനിവാര്യമാണ്. നഷ്ടം നിങ്ങൾക്ക് ഒരു പ്രണയ നഷ്ടമായിരിക്കാൻ വന്നു പോയിട്ടുണ്ടാവുക. പക്ഷെ ആ പ്രണയനഷ്ടം നിങ്ങൾക്ക് നല്ലതിനെ നേടിത്തരാൻ വേണ്ടിയിട്ടുള്ളതായ കാരണം കൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു നഷ്ടമാണ് വലിയൊരു നേട്ടത്തിന് തുടക്കമാവുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങളുടെ നഷ്ടം നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് മഹാദേവൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അപ്പോ അതിന് അനുസരിച്ചിട്ട് നമുക്ക് അടുത്ത കാർഡ് നോക്കണത് മഹാശിവരാത്രിയുടെ ഒരു കാർഡാണ്. രണ്ടാമത്തെ കാർഡ് കിട്ടിയേക്കുന്നത്. അപ്പൊ ആ രണ്ടാമത്തെ കാർഡില് നിങ്ങൾക്ക് ഒരു പ്രണയ നഷ്ടം ഉണ്ടായപ്പോ നല്ലൊരു പുതിയൊരു ജീവിത പങ്കാളിനെ കിട്ടാനും, അല്ലെങ്കിൽ പുതിയൊരു പ്രണയത്തിലേക്ക് കടക്കാനും, നിങ്ങളുടെ ഇനി എല്ലാം നഷ്ടപ്പെട്ടു, നിങ്ങൾ ലൈഫിൽ പുതിയതായിട്ടൊരു കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിനെ നിങ്ങൾക്ക് കിട്ടി എന്ന് ഉള്ളതാണ് സൂചന ഉള്ളത്. കാരണം ഒരു സാഫല്യം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് പുതിയ ഒരു ലൈഫിന്റെ തുടക്കമാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ് ഈ കാണിക്കണത്. കാരണം മഹാദേവനെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ഒരു പുതിയൊരു ലൈഫ്, എന്തായാലും ഒരു പുതിയ പാത തുറന്നു കിട്ടും എന്നുള്ളത് നിശ്ചയമായിട്ടും ഉണ്ട്. അത് കൂടാണ്ട് ഒരു ഓറക്കൽ കാർഡും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതൊരു ബ്രഹ്മാവാണ്. അപ്പോ ഈ കുബേരനെ സംബന്ധിച്ചിട്ട് സർവ്വസമ്പത്തിനും ഉടമയാണല്ലോ കുബേരൻ. അപ്പൊ ഈ കുബേര പായല് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് സകല ആഗ്രഹവും, അതുപോലെ തന്നെ അനുഗ്രഹവും നിറവേറാൻ, അതുപോലെ സമൃദ്ധമായ സമ്പത്ത്, സന്തോഷം, സമൃദ്ധി, ഇതെല്ലാം നിറവേറാൻ സമയമായി എന്നുള്ളതാണ് ഉള്ളത്. അപ്പൊ ഒരു ചേഞ്ച് വരാൻ പോണു. നഷ്ടങ്ങൾ ഒട്ടേറെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. ആ നഷ്ടം നിങ്ങളുടെ ലൈഫിൽ ഇനി നേട്ടമായിട്ട് വരാൻ ഉള്ള ഒരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ നഷ്ടത്തിനെ കുറിച്ച് ദുഃഖിക്കേണ്ട. കാരണം നിങ്ങളുടെ നേട്ടത്തിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. പുതിയ ജീവിത പങ്കാളിനെ നിങ്ങൾ തേടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജീവിത പങ്കാളിനെ കിട്ടും എന്നുള്ളത് ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിന് സമയമായി എന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. മഹാദേവനിൽ പൂർണ്ണമായിട്ട് എല്ലാം കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് പ്രകൃതി നിശ്ചയിച്ചിട്ട് ഒരു യൂണിവേഴ്സലിന്റെ ഒരു എനർജി, ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലോങ് ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം ഈ പായൽ തിരഞ്ഞെടുത്ത ആൾക്കാരെല്ലാം ഒരു പക്ഷേ ഒരു നാശം കഴിഞ്ഞിട്ട് തകർന്നു നിൽക്കുന്നവരായിരിക്കാം. അവർക്ക് പുതിയ ഒരു മേജർ ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ നഷ്ടം നികത്താൻ പറ്റിയ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുള്ളതാണ് സൂചന. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തത്, അതായത് കൃഷ്ണ ഫയൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ ഒറക്കൽ കാർഡിന്റെ മീനിങ് നോക്കാം. രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ ആദ്യ കാർഡ് വന്നേക്കണത് ആദിയോഗിയായ, അതായത് യോഗയുടെ ഉപജ്ഞാതാവായ ആദിയോഗിയായ മഹാദേവൻ യോഗാസനത്തിലിരിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടിയുള്ള കാർഡ്. അപ്പോൾ നിങ്ങൾ യോഗയുടെ പാതയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ
നിങ്ങളെന്ന വ്യക്തി യോഗയുടെ പാതയിലേക്ക് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ ഒരു മഹാദേവനായിട്ട് ഒരു അഗാധ ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നന്നായി. കാരണം യോഗയുടെ ആദിഗുരു മഹാദേവനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടേറെ വെല്ലുവിളി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതെല്ലാം പരിഹരിക്കാൻ നിങ്ങൾക്ക് ഊർജം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതിന് ധ്യാനം ആണ് ഏറ്റവും നല്ലത്. അപ്പം മെഡിറ്റേഷനിൽ നിങ്ങൾ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ സ്വയം ചെയ്യുക. അതായത് ഊർജത്തെ നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങൾ നിറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടിട്ടായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ആത്മീയതയിലേക്ക്, നിങ്ങളൊരു മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ സ്വയം ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ ഒരു ആത്മീയ ഉണർവ് ഇതുവരെ ഉണ്ടായിരുന്ന സകല ദുരിതത്തിൽ നിന്നുമുള്ള ഒരു മോചനം കൂടിയാണ് എന്നുള്ളതും ശിവൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശിവനിലേക്കുള്ള പാത തുറക്കൽ മാത്രമല്ല, ഇത് നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വത്തെ തിരിച്ചറിയലും കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സൽ മെസ്സേജ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ നല്ലതായിട്ട് ഒരു മെഡിറ്റേഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക. യോഗയുടെ ഉപജ്ഞാതാവായ ആദ്യ യോഗിയെ തന്നെ ഗുരുവായി സങ്കല്പിച്ചിട്ട് ഒരു മെഡിറ്റേഷൻ നിങ്ങൾ സ്വയം ചെയ്യുക. രണ്ടാമത്തെ കാർഡിൻ്റെ മീനിങ് നോക്കാം. രണ്ടാമത്തെ കാർഡിൽ മീനിങ് വന്നേക്കുന്നത് നിങ്ങൾ ക്ഷമയെ പുണരുക എന്നുള്ളതാണ്. മഹാദേവൻ അവിടെ പുണർന്നു നിൽക്കുന്നത്. മഹാദേവന് ഭയങ്കര ഒരു അന്തർമുഖനാണ് മഹാദേവൻ. എല്ലാത്തിൽ നിന്നും അന്തർമുഖത്വം വഹിച്ചിട്ടുള്ള ഒരാളാണ് മഹാദേവൻ. അപ്പോൾ ഭയങ്കര ക്ഷമാശീലനാണ്. എന്ത് തന്നെ വന്നാലും മഹാദേവൻ അചഞ്ചലനാണ്. ഒന്നും മഹാദേവന് ഒരു മഹാദേവന് ആകെ ഉണ്ടായത് സതി നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായുള്ള ഒരു മാനസിക വ്യത അല്ലാതെ പിന്നീടൊന്നും മഹാദേവൻ അചഞ്ചലനായിട്ടാണ് എപ്പോഴും നിലകൊണ്ടേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ ഒട്ടേറെ മാനസിക വ്യതയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഈ ക്ഷമയെ സ്വീകരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് വരികയും നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന ബ്ലോക്ക് എല്ലാം ഈ ഊർജം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടേറെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഒട്ടേറെ വേദന, നിങ്ങൾ പലരും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ആ വേദനയിൽ നിന്നെല്ലാം നിങ്ങൾ മറികടക്കണമെങ്കിൽ അവരോട് പൊറുക്കാൻ നിങ്ങൾ സ്വയം ഒരു പരിവർത്തനം നടത്താൻ തയ്യാറാവുക. മനസ്സിന് ഒരുപാട് മുറിവേറ്റിട്ടുണ്ടാവും. പലരും നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും വിഷമിപ്പിച്ചിട്ടെല്ലാം ഉണ്ടാവാം. പക്ഷെ അതിനെല്ലാം നിങ്ങൾ സ്വയം ഒരു പരിവർത്തനത്തിലൂടെ മാറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള തടസ്സങ്ങളെല്ലാം സ്വയം യൂണിവേഴ്സ് തന്നെ നീക്കി തരികയാണ് അവിടെ. അപ്പോൾ നിങ്ങൾ ഭൂതകാലത്തിൽ തന്നെ നിൽക്കാതെ നിങ്ങളുടെ ഈ പ്രസന്റിൽ എപ്പോഴും നിങ്ങൾ ഭൂതകാലത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഭൂതകാലത്തിൽ നിൽക്കാതെ എപ്പോഴും ഭൂതകാലത്തിൽ നിന്നാൽ നിങ്ങൾക്ക് ഒരു മുന്നോട്ട് ഒരു ചലനം ഉണ്ടാവില്ല. അപ്പം അത് കാരണം കൊണ്ട് ഭൂതകാലത്തിൽ നിന്ന് കടന്നു വന്ന് ഈ വർത്തമാന കാലത്തിൽ നിങ്ങൾ നിൽക്കുക. ഇപ്പോൾ എന്താണ് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുക എന്നുള്ളതിന് വേണ്ടി തയ്യാറാവുക. ഇപ്പം നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഒരു മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ക്ഷമ. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമയെ സ്വീകരിക്കുക. പോസിറ്റീവ് വൈബിന് വേണ്ടിയിട്ട് മെഡിറ്റേഷനിലേക്ക് മാറുക. ഇവിടെ ഒരു ഒറക്കൽ കാർഡും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് കൃഷ്ണനെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കൃഷ്ണ വയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് കൃഷ്ണൻ, ഹേ കൃഷ്ണ, മഹാനായ ചൈതന്യമേ, നിന്റെ കൃപ എന്നിൽ നിറയണമേ എന്നുള്ളത് മനസ്സുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാം. അതുകൂടാതെ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ എന്നുള്ള ഒരു മന്ത്രം, ബീജാക്ഷര മന്ത്രം കൂടി നിങ്ങൾക്ക് ജപിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആദിയോഗിയായ ശങ്കരനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. സ്വയം നിത്യം നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലോക്ക്, ലൈഫിലുണ്ടായിരുന്ന സകല വെല്ലുവിളി നിറഞ്ഞ ജീവിതത്തിനൊരു മാറ്റം, പുതിയൊരു മാറ്റം വരികയും നിങ്ങളുടെ ബ്ലോക്കുകളെല്ലാം മാറി നിങ്ങൾക്കൊരു പുതിയ ഒരു പാത തുറന്നു കിട്ടുകയും യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു പുതിയ പാതയിലേക്ക് കൈപ്പിടിച്ച് നടത്തി കൊണ്ടുപോയി നിങ്ങൾക്കൊരു പുതിയ ലൈഫ് മുന്നിൽ കൊണ്ടുവന്ന് തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വാച്ച് ചെയ്യുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾ ലൈക്കും നിങ്ങളുടെ കമൻറ്റുമാണ് എനിക്കൊരു പ്രോത്സാഹനം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.